നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയുമാണ്. ബാലിശമായ കഴിവില്ലാത്ത ചോദ്യങ്ങളെ നിസ്സാരമായി കളിയാക്കിവിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിസാമർത്ഥ്യത്തെയാണ് തെളിയിക്കുന്നത്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. നിങ്ങൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. സത്യമെത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ബന്ധങ്ങൾ അത് എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് എന്തും സംഭവിച്ചേക്കാം. മറ്റെല്ലാ കാര്യങ്ങളെ പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതിനാൽ വിജയിക്കുക. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങളെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമാണ്, നഷ്ടമല്ല. ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ പോക്കറ്റിൽ തുടരരുത്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പണമോ പൊന്നോ കൊണ്ട് മൂടുമ്പോഴല്ല, അത് പുരുഷന്റെ സ്നേഹം കൊണ്ട് അവളുടെ എല്ലാം ആണെന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ്. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. ഒരു മെഴുകുതിരി നാളത്തിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഇരുട്ടുകൊണ്ടും ഒരിക്കലും കെടുത്തിക്കളയാൻ ആകില്ല. നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഒരാളെ നിങ്ങൾ വിട്ടുകളയരുത്. കാരണം നിങ്ങളുടെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടത്ര ക്ഷമയുള്ള ഒരാളെ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒന്നല്ല. അവരെ എന്തു വില കൊടുത്തും കൂടെ കൂട്ടുക. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ട് ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്നുകിൽ ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പേരുകൂടി. ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് മുഖത്ത് ചായം പൂശൽ. ഇത് വ്യക്തിപരമായി എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. എങ്കിലും ചില പഠനങ്ങൾ പറയുന്നത് മുഖത്ത് മേക്കപ്പ് കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസമുള്ളവരും നല്ല വ്യക്തിത്വത്തിനുടമകളും ആയിരിക്കും എന്നാണ്.